ലാലേട്ടൻ പൊളിയാണ്. ഒരു 5 മിനിറ്റ് ഉള്ളെങ്കിലും സൂപ്പറാണ്. ചേട്ടാ മിത്താണെന്ന് അറിയാം, പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവന്മാര് എന്താണ് കാണിച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാൽ അതിന്റെ ലൊക്കേഷനൊക്കെ നല്ല ലൊക്കേഷൻ. ഞാനൊരു ടൂർ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കങ്കുവയും ബാഹുബലി, ഒരു സീൻ ബാഹുബലി, അടുത്ത സീൻ കങ്കുവ. പക്ഷേ ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, ഇനി കാണാൻ വന്നാൽ ഞാനും മൂഞ്ചി, അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക്. ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാർ, തെലുങ്കിൽ നിന്നും പ്രഭാസ്, തമിഴിൽ നിന്നും ശരത് കുമാർ, മലയാളത്തിൽ നിന്നും സാക്ഷാൽ ലാലേട്ടൻ. തുടരുമിലൂടെ ഉണർത്തിയ സ്ലീപ്പർ സെൽ ഫാൻസിന് ഡബിൾ സർപ്രൈസുമായിട്ട് ലാലേട്ടൻ ഗസ്റ്റ് റോളിലെത്തുന്ന പാൻ ഇന്ത്യൻ സംഭവം കണ്ണപ്പ. ചരിത്രവേഷത്തിൽ ലാലേട്ടൻ അവതരിക്കുന്ന കണ്ണപ്പ കണ്ടിറങ്ങി ഓടിച്ചൂടെ എങ്ങനെയുണ്ടായിരുന്നു? റിവ്യൂ ചോദിച്ചേക്കാം. നിങ്ങളൊരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ കണ്ണപ്പ റിവ്യൂല്. ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് 200 കോടി ബഡ്ജറ്റ് വെച്ചേക്കാണ്. 50 കോടി അടിക്കൂല ഉള്ള കാര്യം. ലാലേട്ടന്റെ ഒരു പ്രസൻസ് എങ്ങനെയുണ്ട് ഗസ്റ്റ് റോൾ? അത് മാത്രമാണ് പിന്നെയും ഭേദമായിട്ടുള്ളത്. അത് മാത്രമാണ്, അല്ലാണ്ട് നോക്കിയാ മൊത്തത്തില് മോശം. ലാലേട്ടന് ഊക്കിനുള്ളതുണ്ടോ? ഇല്ല അത് കിട്ടൂല. ബാക്കിയുള്ളവർ ഊക്ക് മേടിച്ചോളൂ. ഭക്തിയുള്ളവരെ ഏറ്റെടുക്കും. പ്രഭാസ് എങ്ങനെയുണ്ട്? അവരെന്തേലും ബെയറബിൾ, അത്രേ ഉള്ളൂ. പഴം അല്ലാണ്ട് കൊള്ളത്തില്ല. പക്ഷെ അവിടെ വിജയിക്കും, കാരണം ഈ ഭക്തി ആ സംഭവമാണ്. അവസാനം ഇതില് എല്ലാരും അതിന്റെ പുറകെ പൊക്കോളൂ. ലാലേട്ടന്റെ ക്യാമിയ പോലെ ഒരു വമ്പൻ ഇതാന്ന് പറയുന്നത് മോഹൻലാൽ വേണ്ടായിരുന്നു, വെറുതെ ഈ പടവേ ഊമ്പല് പടം. ഇതിനെക്കാട്ടി ലാലേട്ടനും കൂടെ വന്നപ്പോ ഒരു ഷോർട്ട് ഇന്റർവൽ ഷോട്ട് അത് കാണണം. അത് കാണാൻ കാശ് മുതലല്ല, കാശ് കോക്കിനൊക്കെ മുതലായിരിക്കും. അത് വേറെ വിഷയം. കൂടുതൽ പറയുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട് സിനിമ മൊത്തത്തില്? ചേട്ടാ മിത്താണെന്ന് അറിയാം, പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവന്മാര് എന്താണ് കാണിച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാ ഒരുമാതിരി അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു. പടം ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. ആകെ പ്രീതി മുഖത്തിന് വേണ്ടി കണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. പ്രഭാസ് എങ്ങനെയുണ്ട്? ഒരു ഗുണമില്ല. പ്രഭാസ് ആയാലും മോഹൻലാൽ ആയാലും എലമെന്റ് ഉള്ളവർക്ക് വർക്ക് ആവോ? നമ്മളെ ആദിപുരുഷൊക്കെ ഹിറ്റ് അടിച്ച പോലെ നോർത്തിലൊക്കെ ക്ലിക്ക് ആവോ? അല്ല, ഇത് ഓവർ ഭക്തിയാണ് കേട്ടോ. ലൈക്ക് നമ്മളെന്താ മനുഷ്യനല്ല വലുത്, ഭക്തിയാണ് വലുതെന്ന് പറയണ ഇതാണ്. വലിയ ഗുണമില്ല. അതല്ലേ എന്തെങ്കിലും ഉണ്ടോ? പ്രീതി മുഖത്തൻ അത് തുടരുമിലൂടെ തിരിച്ചു വന്നാൽ ലാലേട്ടൻ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പടമായിരിക്കും. പാൻ ഇന്ത്യ റീച്ചിന് ഇതിന് പാൻ ഇന്ത്യയിൽ ആൾക്കാർ പോയി കണ്ടാലല്ലേ ഇങ്ങനെ ഒരു സാധനം അറിയുന്നു. ഇതില് മോഹൻലാലിന് വലിയ കുഴപ്പമില്ല. നോർത്തിൽ നിന്നൊക്കെ പോസിറ്റീവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അവരുടെ ലാസ്റ്റ് ഒരു ഭക്തി സീരിയലാണ്. അപ്പൊ പിന്നെ അത് അവർക്ക് സീരിയലാണ്, അവർക്ക് വർക്ക് ആവുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് കങ്കുവയും ബാഹുബലി, ഒരു സീൻ ബാഹുബലി, അടുത്ത സീൻ കങ്കുവ, ഒരു സീൻ. ഇതിനെല്ലാം വിഷ്വൽ ട്രീറ്റിന്റെ കാര്യം പറഞ്ഞാൽ VFX മേക്കിംഗ്, VFX മറ്റേ വലിയ ചലന്തിയൊക്കെ ഉണ്ട്. വലിയ ചലന്തി. പിന്നെ ഒരു ബാഹുബലി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. നമ്മളെ മറ്റേ പഴയ ശിവന്റെ ഒക്കെ സിനിമ എടുത്ത് വെച്ച് ഇപ്പൊ അടുത്ത് റിലീസ് ചെയ്യാറില്ലായിരിക്കും. കിരാത എങ്ങനെയുണ്ട്? കിരാതനല്ല, കിരാതൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പുള്ളി ബ്രോയ്ക്ക് അറിയാമോ? ഇല്ല. കാട്ടാളെ, അതായത് ശിവന്റെ വേറൊരു അവതാരമാണ്. അത് കഴിഞ്ഞ് രുദ്രൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ് പ്രഭാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിന്റെ ഫുൾ ഫ്ലോപ്പ് എന്ന് പറയുന്നത് കാര്യം എന്ന് അറിയാമോ? ഡബ്ബിങ്. നായകന് ഒരു ബിൽഡപ്പ് കൊടുക്കേണ്ട ഒരു ശബ്ദ ഗാംഭീര്യല്ലേ, അത് എന്തരാ പോലെ ആയിപ്പോയി. അത് കൊച്ചു ബ്രാഹ്മന്റെ സൗണ്ട് പോലെ ആയിപ്പോയി നായകനെ ഡബ് ചെയ്തത്. അത് ഈ പടത്തിനെ തുലച്ചതെന്ന് പറഞ്ഞാൽ ഡബ് ചെയ്ത് തുലച്ചത് മലയാളത്തിൽ. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസ് വരുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ശിവപുരാണം വായിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കിത് കറക്റ്റായി ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവും. അതായത് ഇപ്പം എനിക്ക് ഏകദേശമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട്. അത് ഡബ്ബിങ് ആണെങ്കിൽ പടത്തിന് വേറെ മോശമായി പോകണം. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, ഇനി കാണാൻ വന്നാൽ ഞാനും മൂഞ്ചി, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ലാലേട്ടൻ ഒരു ബാഹുബലി പോലെ ഒരു ഹിസ്റ്റോറിക് ക്യാരക്ടർ? അല്ലല്ല, ലാലേട്ടൻ കാട്ടാളന്റെ ഒരു ചെറിയൊരു സംഭവമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ അത് ചെയ്തിട്ടുണ്ട്. മോശമാക്കിയിട്ടില്ല. പുള്ളി വന്ന രീതി ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങ് ലാലേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ പ്രഭാസ് ഉള്ളതുകൊണ്ടാണ് ഈ ബിൽഡപ്പ്. പ്രഭാസും ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഒരു ബിൽഡപ്പായിട്ട് ഇത് പോയത്. ശരിക്കും സ്പൂഫ് പടമായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതോ? എന്തിനാ ഭയം ബ്രോ, തേങ്ങാക്കൊലകൾ ആടുന്നു പറയില്ലേ പ്രാപം. നീ നോക്ക് ആ ബോഡി കണ്ട, അല്ലെങ്കിൽ ആ മാങ്ങ കണ്ട, അതേപോലെ നൊങ്കിനെയൊക്കെ ഒരു അമ്പയണൊക്കെ. അയ്യോ, ചിരിക്കാൻ വയ്യ. ചിരിക്കാനുണ്ട് പടം. ചിരിക്കാനുണ്ട്, ആദ്യമേ ചിരിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഇമോഷണൽ ആയിട്ട് നമുക്കൊന്ന് ഇരിക്കാനുണ്ട്. ഗസ്റ്റ് റോള് പ്രതീക്ഷിച്ചു. ലാലേട്ടന്റെ ഞാൻ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ് പ്രതീക്ഷിച്ചത്. അത്രയില്ല, ചെറിയൊരു കുഞ്ഞു റോളാണ്. പക്ഷെ ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രഭാസും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഈ നായക നടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നായകൻ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും പുള്ളിയുടെ പെർഫോമൻസ് മോശമാണ്. വേറെ ഒന്നുമല്ല, പുള്ളിയുടെ ഫേസിലൊരു എക്സ്പ്രഷനും വരുന്നില്ല. നമ്മൾ ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ പുള്ളിയുടെ ശബ്ദത്തിലെ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് പ്രതീക്ഷിക്കും. പക്ഷെ അതൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ ഒരു ഹിസ്റ്റോറിക് ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ബാഹുബലി പോലെ, കാരണം അതുപോലെ നല്ല ബിഗ് ബഡ്ജറ്റ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ ഈ പുള്ളിയുടെ പെർഫോമൻസ് മോശമാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് റൊമാൻറ്റിക് സീൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഫുൾ ആവശ്യമില്ലാണ്ട് റൊമാൻറ്റിക് സീൻസ്
കയറ്റി ക്രിഞ്ചടിച്ച് വലിച്ച് നീട്ടി വെച്ചൊക്കെയാണ്. കാരണം ഡിവോഷണൽ ഒരു മൂവി ആകുമ്പോൾ ലാസ്റ്റ് ആ ഒരു കുറച്ച് സമയത്ത് മാത്രമേ ഒരു ഫീൽ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ചുമ്മാ വലിച്ച് നീട്ടി വെച്ചേക്കില്ല. ഒരു ഗസ്റ്റ് റോൾ ലാലേട്ടനെ കുറച്ചേ ഉള്ളൂ ഗസ്റ്റ് റോൾ ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ലാലേട്ടൻ മോശമാക്കില്ലല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ഇതിൽ എങ്ങനെയാണ്, ഫാന്റസി മൂഡാണോ പടം? അല്ല എല്ലാം നന്നായിട്ട് കണ്ടോണ്ടിരിക്കാം. ഒരു കുഴപ്പമില്ല. 3 മണിക്കൂർ നമുക്ക് ബോറടിക്കാതെ കണ്ടോണ്ടിരിക്കാം. പ്രശ്നമൊന്നുമില്ല. സ്റ്റോറിയൊക്കെ നല്ല എൻഗേജിങ് ആണ്. കുറേ ഇതൊക്കെ ഉണ്ട്, കുറേ അതൊക്കെ കാണുമല്ലോ. കുറച്ചൊരു ഫാൻറ്റസി സംഭവം കാര്യങ്ങൾ, അതിൽ ലൊക്കേഷനൊക്കെ നല്ല ലൊക്കേഷൻ. നമുക്ക് ഞാനൊരു ടൂർ പോകുമ്പോൾ നമുക്ക് കണ്ടോണ്ടിരിക്കാം. ബാഹുബലി ലെവലൊക്കെയാണോ മേക്കിംഗ് ഒക്കെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പം മോശമില്ല. ഓക്കെ, മോശമില്ല. വൺ ടൈം വാച്ചബിൾ ആണ്. എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയത്. ഡബ്ബിങ് ഒട്ടും പോരാ. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ മലയാളം ഡബ്ബിങ് വൻ ശോകമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി കൊള്ളാം, ആ സീൻ നല്ല ഐഡിയ ഉണ്ടായിരുന്നു. പ്രഭാസിൻ്റെ ഒരു ക്യാമിയോ കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ്, അതാണ് സിനിമയെ രക്ഷിച്ചതെന്ന് പറയാം. ഒരു വൺ ടൈം എങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ ക്ലൈമാക്സ് ആണ്. ഒരു 10 ഒരു സ്പൂഫ് മോഡല് ഗെറ്റപ്പ് ചേഞ്ചും കാര്യങ്ങളും കോസ്റ്റ്യൂം ഒക്കെ വെറും സ്പൂഫ് മോഡലായിരുന്നു പറയാനായിട്ട്. പിന്നെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ് ഒരു ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ തോന്നി. ഒരു ആദിപുരുഷ് ലെവല് VFXും കാര്യങ്ങളൊക്കെ ആണോ? VFX ഒട്ടും പോരാ. VFX അതിനേക്കാളും ശോകമാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ പൊളിയാണ്. ഒരു 5 മിനിറ്റ് ഉള്ളെങ്കിലും സൂപ്പറാണ്. ഓവറോൾ ജയിലറിൽ വന്ന പോലെ ലാലേട്ടന്റെ ഒരു അത്രക്കില്ലെങ്കിലും കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ല, പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മലയാളത്തിൽ ഡബ് ചെയ്ത് വരുന്ന സാധനമാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയാണ്. നായകന് തന്നെ ഡബ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല. ഒരു നിലവാരം ഇല്ലാത്ത സംഭവമായിരുന്നു. ആപ്പാടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലാലേട്ടനും പ്രഭാസും തന്നെയാണ്. അവിടുന്ന് ക്യാമിയോസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ കാണുമ്പോൾ എന്തിനു വേണ്ടിയാണെന്നുണ്ടല്ലോ, ഭയങ്കര ബാഹുബലി റെഫറൻസ് ഉണ്ട് പടത്തിൽ. പിന്നെ കുറച്ച് ശിവഭക്തിയും കൂടെ മിക്സ് ചെയ്തു. ഭക്തി പടങ്ങളാണെങ്കിലും നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു രീതിക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത് പക്ഷേ ഭയങ്കരമായിട്ട് ഓവറായിട്ട് 3 മണിക്കൂർ 3 മിനിറ്റ് ഡ്യൂറേഷൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് മാക്സിമം നമ്മൾ സഹിച്ചു, അത് തന്നെ പറയാം. എനിക്കൊരു സ്പൂഫ് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്, അല്ലാതെ ഈ ഭക്തി അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അതിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, ഒരു ഭക്തി എലവന്റ് വർക്കായി നോർത്തിലൊക്കെ വർക്കാവോ പടം? നോർത്തിൽ വർക്കൗട്ട് ആവും, പക്ഷേ കേരളീയർക്ക് അവർക്കറിയാം എങ്ങനത്തെയാണ് പടങ്ങളെ കാണേണ്ട രീതി, അതൊക്കെ. അതുകൊണ്ട് അത് ഇവിടെ വർക്കൗട്ട് ആവാൻ സാധ്യതയില്ല. ലാലേട്ടന്റെ ഗെറ്റപ്പിലൊക്കെ കുറെ പ്രതീക്ഷിച്ചല്ലോ, അത് അല്ല ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവായിട്ട് വന്ന് അവരുടെ ക്യാമിയോ ആണ്. പ്രഭാസിന്റെയും അതുപോലെ തന്നെ ലാലേട്ടന്റെ ക്യാമിയോ ആണ് അത്യാവശ്യം ഒരു നമുക്ക് കണ്ടിരിക്കാൻ ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് തീർത്തതാണ്. എത്രയോ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ, ആദിപുരുഷ് ലെവലായോ അതോ? അതിന്റെ കുറച്ച് മെല്ലോ ഡ്രാമിക് ആയിട്ടുള്ള സംഭവം. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ റെഫറൻസ് ചെയ്തിരിക്കുന്ന ബാഹുബലിയാണ്. ബാഹുബലിന്റെ റെഫറൻസും ഏറ്റവും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് പുലിമുരുകൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു റെഫറൻസ്. ആകെ ഇനി ഇതിന്റെ പേരിൽ കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുമെന്ന് അറിയത്തില്ല. പക്ഷേ സാധനങ്ങളൊക്കെ അതേപോലെയൊക്കെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് ഇല്ല, പൂർണ്ണമായിട്ടൊരു തിരക്കഥ ഉണ്ടെങ്കിലേ ഒരു പടം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് എനിക്ക് തിരക്കഥ അതിൽ ഫീൽ ചെയ്തിട്ടില്ല. നായകന് വേണ്ടി എടുത്ത അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. എനിക്ക് തോന്നുന്നു അത് ബാഹുബലിയൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച അങ്ങനത്തെ ഒരു പടം അങ്ങനെ ചെയ്യാം, അങ്ങനെ വിചാരിച്ചോണ്ട് നോക്കിയപ്പോൾ തിരക്കഥയില്ല. അപ്പൊ അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ ഒരു തിരക്കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും എന്ന് വിചാരിച്ചു. ഓക്കെ, കണ്ണപ്പ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല പടമാണ്. നല്ല പടമാണ്. നല്ല പടം. നല്ല പടം. പടം നല്ല പടമാണ്. ഒട്ടും കൊള്ളിലോട്ടാ, പൈസ വെറുതെ പോയി. പിന്നെ പ്രഭാസായിരുന്നു സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ വന്ന് അഭിനയിച്ചത് ലാലേട്ടൻ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിയുള്ള നടന് സൗണ്ട് ഇല്ല, ഒട്ടും ഇല്ല. കോമഡി ആയിപ്പോയോ? സീരിയസ് മൊത്തം കോമഡിയാണ്. ഇതിനെക്കാട്ടി സീരിയലൊക്കെ നല്ല ഭേദമായിരുന്നു. സീരിയലൊക്കെ